ത്രാടക ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് നമ്മുടെ കണ്ണ് തന്നെയാണ് അല്ലേ. അതായത് ആത്മാക്കളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത് കണ്ണാണ്. അതിനകത്ത് രണ്ട് രീതിയിലുണ്ട്, ബാഹ്യ ത്രാടകയുണ്ട്, ആന്തരിക ത്രാടകയുണ്ട്. ആന്തരിക ത്രാടകം എന്ന് വെച്ചാൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ ബാഹ്യം എന്താണെന്ന് പറയാം. ഈ ത്രാടക സ്ഥിരം ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് പല പല ഇൻഡിക്കേഷൻസ് വരും. അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി കൂടും. ഒരു 20 മിനിറ്റ് വരെയൊക്കെ ഇരിക്കാൻ പറ്റും. ഈ കണ്ണിൽ നിന്നും പ്രത്യേക എനർജികളൊക്കെ പോകുമെന്ന് വരും. മോങ്സ് ഒക്കെ ആൾക്കാരെ നോക്കി വീഴ്ത്തില്ലേ, ഈ നോക്കി വീഴ്ത്തുന്നതിൻ്റെ ഒരു ടെക്നിക്ക് ഇതാണ്. ഈ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണ് തുറക്കാൻ തോന്നില്ല, രാവിലെ ഭയങ്കര രസമായിരിക്കും. ഈ ആന്തരിക ത്രാടക എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിനെയാണോ ഫ്രണ്ടിൽ വെച്ച് അതിനെ പ്രകാശപൂരിതമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ സദ്ഗുരു ഒക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ലേ, ശിവോഹം പഠിച്ചവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ഓഫ്ലൈൻ സെഷനാണ്. അതിലേക്ക് വരുന്നത് മഹാദേവന്റെ 3ാം കണ്ണിനെയാണ് ത്രാടകയിലേക്ക് നമ്മൾ വിഷ്വലി കൊടുക്കുന്നത്. ചേട്ടാ, ത്രാടക എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാറുണ്ട്. ഈ ത്രാടക ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തേർഡ് ഐ ഓപ്പൺ ആവും, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മൊത്തത്തിൽ പോകും, എല്ലാവരെയും ആകർഷിക്കാനൊക്കെ ഈ ത്രാടക കൊണ്ട് കഴിയുമെന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ത്രാടക? അല്ലെങ്കിൽ ഇപ്പം പ്രദീപ് ഭട്ടൻ തന്നെ ചെയ്യുന്ന ശിവോഹം ത്രാടക, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? രാഹുലേ, ഈ ത്രാടക എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു താന്ത്രിക് മെത്തേഡാണ് ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് നമ്മുടെ കണ്ണ് തന്നെയാണ് അല്ലേ. അതായത് ആത്മാക്കളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണിൻ്റെ സുഷിരങ്ങളിൽ കൂടെയാണ് ആത്മാക്കൾ കടന്നു പോകുന്നതെന്നുള്ളതാണല്ലോ നമ്മൾ മുൻപ് പോലെ കേട്ട് പരിചയമായിട്ടുള്ള സംഭവം. കണ്ണിൻ്റെ ഇതാണ് പലരും പറയുന്നത്. ഞാൻ ഈ പറയുന്ന പാരാസൈക്കോളജിസ്റ്റായിട്ടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരാളും അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ പലരും പറയുന്നത് നമ്മുടെ ആത്മാക്കളുടെ പ്രവേശന കവാടം കണ്ണുകളാണെന്നാണ് പറയുന്നത്, ബ്രെയിനുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരാൾ വളരെ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അയാളൊരു സാധകനല്ല, അല്ലെങ്കിൽ ഒരു ഇന്നർ കോൺഷ്യസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. കണ്ണുകളുടെ ഈ അടവ് കുറവായിരിക്കും നല്ലൊരു സാധകനാണെന്നുണ്ടെങ്കിൽ. ഈ ത്രാടക ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഒരു നല്ലൊരു താന്ത്രിക ടെക്നിക്കാണ്. ത്രാടക ചെയ്യുന്നത് നോർമലി നമ്മുടെ കണ്ണിൻ്റെ ഇത് കൂടും, കണ്ണിൻ്റെ ഒരു കാന്തിക ശക്തി കൂടും. അതായത് നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും, പെട്ടെന്ന് മനസ്സിലാവും. 2, നമ്മളൊരു 10 പേരുടെ ഇടയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. ബാക്കി 10ൽ ഒരാൾ എന്ന് പറയുന്നില്ലേ, നമ്മളാണ് വ്യത്യസ്തമായി നമ്മളവിടെ എനർജി കൊടുക്കുന്നത്. ബാക്കിയുള്ളവരെക്കാളും ഹൈ എനർജി ആയിരിക്കും. എസ്പെഷ്യലി കുട്ടികൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ട സംഭവമാണ്. കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിനിന് എക്സ്പാൻഷൻ ഉണ്ടാവും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ സമയം ഒരേ വസ്തുവിൽ ഒരു 15 മിനിറ്റ് മിനിമം നോക്കിയിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു പ്രകാശമയമാവും. അതായത് ഒരു ദീപത്തിലാണ് നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ചെറിയ ചിരാതെടുത്തിട്ട് ചിരാതിലോ മൺവിളക്കിലോ എടുത്തിട്ട് ഒരു കുട്ടിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കിയേ. കുട്ടികളെ ചെയ്യേണ്ടത് പ്രകാശമുള്ള റൂമിലായിരിക്കണം. വലിയ ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഇരുണ്ട റൂമിലായിരിക്കണം. ഇതിനകത്ത് 2 രീതിയിലുണ്ട്, ബാഹ്യ ത്രാടകയുണ്ട്, ആന്തരിക ത്രാടകയുണ്ട്. ആന്തരിക ത്രാടകം എന്ന് വെച്ചാൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ ബാഹ്യം എന്താണെന്ന് പറയാം. ബാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നമ്മൾ എടുത്തു വയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ചിരാതെടുത്ത് വയ്ക്കുന്നു. ചിരാതിൽ ദീപമുണ്ട് അല്ലേ. ആ ദീപത്തിനെ നോക്കി ആദ്യം ഒരു 5 മിനിറ്റ് നോക്കിയിരിക്കുമ്പോൾ കണ്ണടയും, പിന്നെ കണ്ണ് ഇറിറ്റേഷൻ വരും, കണ്ണുനീരുണ്ടാവും. ഇതൊക്കെ നമുക്ക് കണ്ണ് സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതിന് 5 മിനിറ്റ് നമ്മൾ ഗ്രാജുവലി 10 മിനിറ്റ് ആക്കുക, 15 മിനിറ്റ് ആക്കുക. 15 മിനിറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. 1, അദ്ദേഹത്തിൻ്റെ ഫിയർ ഫാക്ടേഴ്സ് മാറിയിരിക്കും. 2, അദ്ദേഹത്തിനോട് എപ്പോഴും ചൈതന്യം ഉണ്ടാവും. 3, ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ സാധാരണ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല. കാരണം അദ്ദേഹം ഒരു ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രപഞ്ച ശക്തികളുണ്ടാവും. അതായത് ഈ ത്രാടക സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളോട് യൂണിവേഴ്സ് കണക്റ്റഡ് ആയിരിക്കും എന്ന് പറയും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ രാവിലെ മുതൽ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് ഇൻഡിക്കേഷൻസ് തരും. സാധാരണപ്പെട്ട ആൾക്കത് മനസ്സിലാക്കണമെന്നില്ല. മേ ബി കണ്ടൻ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ടെലിഫോണിക് സംഭാഷണമായിരിക്കാം, നമ്മളെ കാണുന്ന സംഭവം എന്തെങ്കിലും ആയിരിക്കും, കോളായിരിക്കാം, മനസ്സിൽ തോന്നിപ്പിക്കും. ഇതെല്ലാം യൂണിവേഴ്സ് തരുന്ന ഇൻഡിക്കേഷൻസാണ്. പക്ഷെ ഒരു സാധനാക്രമത്തിൽ അടുത്ത ലെവലിൽ വരുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവും, സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവണമെന്നില്ല. ഈ ത്രാടക സ്ഥിരം ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് പല പല ഇൻഡിക്കേഷൻസ് വരും. ഈ ത്രാടക ആദ്യം ബാഹ്യ ത്രാടക ചെയ്യുന്നു, ഒരേ ലൈറ്റിൽ തന്നെ നോക്കി 15 മിനിറ്റ് ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി കൂടും.
ഒരു 20 മിനിറ്റ് വരെയൊക്കെ ഇരിക്കാൻ പറ്റും. നമുക്ക് 20 മിനിറ്റ് മതി. അതിന് മേളിൽ ചെയ്ത് കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ കൊടുക്കേണ്ടെന്നുള്ളതാണ്. ഈ കണ്ണിന് നമ്മൾ ഇത്രത്തോളം സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അത് പിന്നീട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരും? കാരണം ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്ന അത്തരത്തിലാണ്. അപ്പം ശരീരം കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും അഭ്യാസ പ്രകടനമാണെങ്കിൽ പോലും അത് ദോഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അത് അഫക്റ്റ് ചെയ്യും. അതെ, ഇപ്പൊ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളുകളാണ്. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ കണ്ടിട്ട് എന്നാലൊന്ന് പരീക്ഷിക്കണമെന്ന് കരുതി പരീക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും? ഈ ത്രാടകം എന്ന് ചെയ്യുന്നത് നമ്മൾ ശരിക്കും ദൈവത്തിനെ നോക്കിയിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റ് ഒരു അസുഖമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ആരോഗ്യവാനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, കണ്ണിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ കണ്ണ് റെസ്റ്റ് വേണമെന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം കൊച്ചുകുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആദ്യം എന്ത് പറയും? ഒരു പെൻ എടുത്തിട്ട് പെന്നിനെ നിബിൽ ഫോക്കസ് ചെയ്യാൻ പറയും. അത് അവരുടെ ഫോക്കസിങ് കൂട്ടുന്നതാണ്, കോൺസെൻട്രേഷൻ കൂടുന്നതാണ്. ത്രാടക ചെയ്യുന്ന ഒരാൾക്ക് കോൺസെൻട്രേഷൻ കൂടും. അത് ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. നമുക്കൊരു എൻലൈറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരും. ഈ തേർഡ് ഐ എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബാഹ്യ ത്രാടക. ആന്തരിക ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ലൈറ്റ് ഒന്നുമില്ല, നമ്മൾ കണ്ണടയ്ക്കുന്നു. കണ്ണടച്ചിട്ട് ഫ്രണ്ടിൽ ഒരു ചിരാത് ഉള്ളതുപോലെ സങ്കല്പിക്കുന്നു. ഇതിനൊരു മെട്രിക്സ് ഉണ്ട്. നമ്മൾ നിവർന്നിരിക്കുക, നമ്മുടെ തല മേളിലേക്ക് പൊങ്ങരുത്, നേരെ ഇരിക്കുക, കണ്ണിന് നേരെ അടുത്തായിരിക്കണം ഈ പറയുന്ന ഈ ചിരാത് വെക്കേണ്ടത്. പക്ഷേ താഴെയാവാനും പാടില്ല, മേളിലാവാനും പാടില്ല, കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ആ ലെവൽ കീപ്പ് ചെയ്യുക. ഈ ആന്തരിക ത്രാടകയിലേക്ക് പോകുന്ന സമയം നമ്മൾ കണ്ണടച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാഹ്യ ത്രാടക ചെയ്ത് പ്രാക്ടീസ് ആയ ഒരാൾക്ക് മാത്രമേ ആന്തരിക ത്രാടകയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബാഹ്യ ത്രാടക ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ചിരാത വയ്ക്കുന്നത്, കുറച്ചുകൂടെ കഴിയുമ്പം ഒരു 40 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കണ്ണിൽ നിന്നും പ്രത്യേക എനർജികളൊക്കെ വരും. ഒരാളെ ഈ നമ്മൾ ഈ മോങ്സ് ഒക്കെ ആൾക്കാരെ നോക്കി വീഴ്ത്തില്ലേ, ഈ നോക്കി വീഴ്ത്തുന്നതിൻ്റെ ഒരു ടെക്നിക്ക് ഇതാണ്. കുറേ ഇപ്പോൾ 2 പേര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനകത്ത് നമുക്ക് പ്രൊവോക്ക് ചെയ്യിപ്പിക്കാം, സോൾവ് ചെയ്യാം. നോർമലി നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ഈ ത്രാടക പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ആ എനർജി പാസ് ചെയ്ത് അവരെ മോഡറേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രശ്നം ഉണ്ടാവരുത്, അത് മോഡറേറ്റ്. ഒരാൾ ഒന്നും പറയാതിരുന്ന പ്രോബ്ലം സോൾവ് ആവും. അയാളെ മോഡറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. കണ്ണിൽ നമുക്കൊരു ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു പോർഷൻസിൽ നോക്കുമ്പോൾ ആ പോർഷൻസിൽ നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. ഈ വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യുന്ന ത്രാടക പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക മെക്കാനിസം. അതെങ്ങനെയാണ്? ഈ സാധാരണ ഇപ്പോൾ ഇന്ന് രാഹുൽ പോയിട്ട് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ത്രാടക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മാത്രം നോക്കിയിരിക്കുക. എന്നിട്ട് വെറുതെ ഓം നമഃ ശിവായ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വെള്ളത്തിൽ നോക്കിയിട്ട് 21 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കൂ. എന്നിട്ട് ആ വെള്ളം കുടിക്കും. വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാവും. എനർജൈസ് ചെയ്യാത്ത ഗ്ലാസ്സിലെ വെള്ളം കുറച്ച് കഴിയുമ്പോൾ കുടിക്കും. ഈ ടേസ്റ്റ് പോയിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വാട്ടറിൻ്റെ മോളിക്യൂൾസ് ആ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിലും 70% വാട്ടർ അല്ലേ. സ്വാഭാവികമായിട്ടും ഇതിലെ വാട്ടറിൻ്റെ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂലമന്ത്രം നമ്മൾ ഓം നമഃ ശിവായ പറഞ്ഞത്. ത്രാടക പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ ഈ കണ്ണിൽ നിന്ന് പോകുന്നതും ഈ ബീജമന്ത്രങ്ങളിൽ പോകുന്നതുമായിട്ടുള്ള ഒരു പ്രകമ്പനം സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ അപ്ലൈ ആവും. അപ്പോൾ ബാഹ്യ ത്രാടക ഒരു ചിരാത് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത് വേറൊരു ചിരാത് എടുക്കുക. ഈ ചിരാത് കത്തിക്കരുത്. അപ്പോൾ ഒന്ന് കത്തിച്ചിട്ടുണ്ടോ, ഒന്ന് കത്തിച്ചിട്ടില്ല. കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ചിരാതിലെ ദീപത്തിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കുറേ സമയം ചെയ്യുമ്പോൾ ഒരു ചിരാതെ ആക്ച്വലി ഒരു ചിരാതിലെ ദീപമേ ഉള്ളൂ, പക്ഷെ 2 ചിരാത് ഫ്രണ്ടിലുണ്ട് അല്ലേ, അല്ലെങ്കിൽ 2 സിംഗിൾ ലൈറ്റ് ഉണ്ട്. ചെറിയ വിളക്കാണെങ്കിലും മതി. ഈ സെൻറ്ററിൽ തിരിവയ്ക്കുന്ന വിളക്കുണ്ടല്ലോ, അതാണെങ്കിലും മതി. ലൈറ്റ് ഫ്ലെയിം ആയിരിക്കണം. ആ ലൈറ്റ് ഫ്ലെയിമിലേക്ക് നോക്കി 2 ദീപത്തിനെ നമുക്ക് കത്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ തനിയെ നമുക്ക് ആ വിഷ്വലി കാണാൻ പറ്റും. തനിയെ വിഷ്വലി കാണാൻ പറ്റും. 2 ദീപമുള്ളതായിട്ട് കാണാൻ പറ്റും. അത് ഈ ബാഹ്യ ത്രാടക ചെയ്ത് ഒരു ആന്തരിക ത്രാടകയിലേക്ക് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെയാണ് പലരും പറയുന്നത് കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് കണ്ണുകൾ തുറന്നതുപോലെ പല ഇൻഡിക്കേഷൻസ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ മനസ്സിലാവും. ഞാനിത് റിവെഞ്ച് കൊണ്ട് പ്രാക്ടീസ് ചെയ്തതാണ്. എങ്ങനെയായിരുന്നു റിവെഞ്ച്? ഈ പറയുന്ന ഹീലറിന് വളരെ പെട്ടെന്ന് ആൾക്കാരെ നോക്കി വീഴ്ത്താൻ പറ്റും. രാഹുലിന് അറിയാലോ, നമ്മൾ പല ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ പലരെയും നോക്കുന്ന സമയത്ത് അവർ വീഴാറുണ്ട്. പക്ഷെ അത് ആ ഒരു ബൗദ്ധിക തലത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ USP എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ത്രാടക അപാരമായി പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ശിവോഹം പഠിച്ച് ശിവോഹ ത്രാടന പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരടുത്ത ലെവലിലാണ്. അപ്പോൾ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അറിയാൻ പറ്റും.
സാധാരണ എടുക്കുന്ന ടൈമിനേക്കാളും ഫ്രീക്വൻസി ടൈം കുറവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ എന്നുള്ളതായിരുന്നു എൻ്റെ റിവെഞ്ച്. അപ്പോൾ ഏതൊരു സാധാരണപ്പെട്ട ഒരാൾക്കും പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ത്രാടക കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണ് തുറക്കാൻ തോന്നില്ല. രാവിലെ ഭയങ്കര രസമായിരിക്കും. ഈ ആന്തരിക ത്രാടക എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിനെയാണോ ഫ്രണ്ടിൽ വെച്ച് അതിനെ പ്രകാശപൂരിതമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ സദ്ഗുരു ഒക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ലേ, ആനന്ദപരമായി പ്രകാശപൂരിതമായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കും. ഭയങ്കര സംഭവം അത്. അതായത് കണ്ണടച്ചിരുന്നാൽ പിന്നെ കണ്ണ് തുറക്കാൻ പറ്റില്ല, ഒരുപാട് ലൈറ്റ്സ് വന്ന് ഫ്രണ്ടിൽ നിൽക്കും. ഈ അസ്ട്രൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം രാത്രി പൂർണ്ണമായിട്ടും കണ്ണടച്ച് വെച്ചിട്ട് നമ്മൾ ഈ കണ്ണ് കെട്ടി വെച്ചിട്ട് വാഗമണിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. സ്ഥിരം എല്ലാ മാസവും 2-3 ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊക്കെ ആദ്യം കണ്ണ് കെട്ടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻസും പെയിനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റായി. നെക്സ്റ്റ് ഡേ രാവിലെ കണ്ണ് തുറക്കാൻ തോന്നൂല, ഒരുപാട് ലൈറ്റ്സ് വരും. ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ലൈറ്റ്സ് ഒന്നുമല്ല, ഒരുപാട് ലൈറ്റ്സ്. നമുക്ക് കണ്ണ് തുറക്കേണ്ട എൻ്റെ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ വീഡിയോസ് കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിറ്ററലി കണ്ണ് തുറക്കണ്ടെന്ന് വിളിച്ചു പറയുന്ന വീഡിയോസ് വരെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ വീഡിയോ കിട്ടുന്നത്. എന്നിട്ട് പലരുടെയും വീഡിയോസ് ഞാൻ എടുത്തു തുടങ്ങി. അതായത് ഞാൻ ആൾക്കാരെ വെച്ച് എടുത്തു തുടങ്ങി. ആ ഒരു എക്സ്പീരിയൻസ് ഓരോ ആൾക്കാർക്കും ഓരോന്നാണോ അല്ലെങ്കിൽ യുണീക്കാണോ എന്ന് എനിക്ക് അറിയാനുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഞാനന്ന് ചെയ്തത്. പക്ഷേ കണ്ണ് തുറക്കാൻ തോന്നില്ല. ഈ ത്രാടക സ്ഥിരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഡിറ്റേഷന് ടൈം കൂടും, പെട്ടെന്ന് തുറക്കണ്ട. എന്നിട്ട് നമുക്ക് ഈ 2 ഒബ്ജക്റ്റിനെ ഓരോ ഒബ്ജക്റ്റായിട്ട് മാറ്റാൻ പറ്റും. ഇത് സ്ഥിരം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ യൂണിവേഴ്സ് കൊണ്ടുതരും കാണാനും കേൾക്കാനും വേണ്ടി. അതായത് ചില ഇൻഡിക്കേഷൻസ് കിട്ടും, അവിടെ പോകണോ പോകണ്ട, എന്തുകൊണ്ട്, അതിന് റീസൺ കാണും. രാഹുലി പല ഈ സ്വാമിജിമാരുമായിട്ടോ ഗുരുക്കന്മാരോട്ടോ സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയും ഒരു ഇമേജ് കണ്ടു എന്ന് പറയും. ഇമേജ് യൂണിവേഴ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം നമുക്ക് വേണം, അല്ലാതെ എഴുതി കാണിക്കില്ല. ഒരു ഇമേജ് വരുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഇൻഡ്യൂഷൻ പവർ നമുക്ക്. അതെ 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 അത് ആ സമയത്ത് യൂണിവേഴ്സ് കൊണ്ട് തരുമെന്നുള്ളതാണ്. ഈ ശിവോഹ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ത്രാടകയെക്കാളും ഹൈലി പവർഫുള്ളാണ്. അത് ഡയറക്റ്റ്ലി മാത്രം കൊടുക്കുന്നതാണ്. ശിവോഹം പഠിച്ചവർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ഓഫ്ലൈൻ സെഷനാണ്. അതിലേക്ക് വരുന്നത് മഹാദേവന്റെ 3ാം കണ്ണിനെയാണ് ത്രാടകയിലേക്ക് നമ്മൾ വിഷ്വലി കൊടുക്കുന്നത്. ഓഫ്ലൈൻ ആയിട്ട് മാത്രമേ ഓഫ്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓഫ്ലൈൻ ഓൺലൈനിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഓൺലൈൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്താ പറയുക, അൾട്ടിമേറ്റ് ശിവോഹത്തിൽ നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഓഫ്ലൈനിൽ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട ടെക്നിക്കാണ്. അതിനകത്ത് സിംബോളിക് ഉണ്ട്. സിംബോളിക് എന്ന് വെച്ചാൽ ഇപ്പോൾ ശിവോഹം അവർ ചെയ്യുന്നത് അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൊസീജിയർ കൂടെയാണ്. അതായത് ആദ്യം ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും, രണ്ടാമത് അവരുടെ എനർജി വെച്ചിട്ട് സ്റ്റെപ്പ് പറയും, മൂന്നാമത് ഡേ വേരിയൻറ്റ് നൈറ്റ് വേരിയൻറ്റും കൊടുത്ത് ദീക്ഷ കൊടുക്കും. പക്ഷേ ശിവോഹ ത്രാടകയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഒരു ടോട്ടൽ എനർജി ഇവർ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാവുമ്പോൾ ഇവർക്ക് സിംബോളിക് കൊടുക്കുക. സിംബോളിക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക സിംബോളിക് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സമയം എടുക്കില്ല. ആ സിംബോളിക്കിനോടൊപ്പം ശിവോഹ ത്രാടക പ്രാക്ടീസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആണ്. അത് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് മഹാദേവൻ്റെ തൃക്കണ്ണാണ്, 3ാം കണ്ണാണ്. നമ്മൾ ഓഫ്ലൈനായിട്ട് ചേട്ടാ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഓഫ്ലൈനായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ക്രൗൺ പ്ലാസിലൊരു പ്രോഗ്രാം അനൗൺസ്ഡ് ആണ്. വളരെ കുറച്ച് പേർക്ക് മാത്രം, ഒരു 10-15 പേർക്ക് മാത്രം. അതിന് മേളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ബിസിനസ് കോൺക്ലേവ് ഒക്കെ ഞാൻ ചെയ്യുന്നത് 200-300 പേരെ വിളിച്ചിട്ടാണ്, ഏത് കോൺക്ലേവ് ആണെങ്കിലും. ഈ പറയുന്ന പ്രോഗ്രാമിൽ ഒരു 15 പേര് മാക്സിമം എന്നുള്ള സംഭവമാണ്. അവർക്ക് കിട്ടുന്ന വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇതൊരു കമേഴ്ഷ്യൽ അല്ല. അപ്പോൾ അവർ വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു അവേഴ്സ് ഉണ്ടല്ലോ, അത് അവർക്ക് വാല്യുബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓഡിയൻസ് കുറവായിരിക്കണം, ഡിസർവ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടത് പബ്ലിക് അനൗൺസ് ചെയ്യില്ല. മഹാദേവൻ്റെ തൃക്കണ്ണ്, 3ാം കണ്ണിനെയാണ് ശിവോഹ ത്രാടകയിലേക്ക് വിഷ്വലി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മെൻ്റലി ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും അവർക്ക് വലിയൊരു ഉണർവ് കിട്ടും. അതായത് മഹാദേവൻ കൂടെയുണ്ട്. ലാസ്റ്റ് മഹാദേവനെ സമർപ്പണം ചെയ്തിട്ടാണ് ഈ ത്രാടകയിൽ നിന്ന് അവർ പോകുന്നത്.